റജബ് എന്നുള്ളത് അല്ലാഹു നമുക്കതിൻ്റെതായ പ്രത്യേകതകൾ മനസ്സിലാക്കുവാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. സ്വഹാബത്തെ റജബിനെ ഏറെ സ്നേഹിച്ചിരുന്നു. സ്വഹാബ കിറാമി റജബിനെ ഏറെ ആദരിച്ചവരാണ്, ഏറെ ബഹുമാനിച്ചവരാണ്. ഈ റജബ് എന്ന് പറഞ്ഞാൽ കൃഷി ഇറക്കേണ്ട മാസമാണ്. കൃഷി ഇറക്കേണ്ട മാസമാണ് റജബ് എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞ് വരാനുള്ളതായ ശഅബാൻ എന്ന് പറഞ്ഞാൽ ആ കൃഷിക്ക് നനവ് കൊടുക്കേണ്ട മാസമാണ്. റമദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൃഷിയുടെ റിസൾട്ടിന്റെ മാസമാണ് പരിശുദ്ധമായ റമദാൻ എന്ന് പറയുന്നത്. അല്ലാഹുവേ, ഈ റജബിനെ ബഹുമാനിക്കുവാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. റജബ് എന്ന് പറഞ്ഞാൽ ബർക്കത്തിന്റെ മാസമാണ്. അതുകൊണ്ടാണ് മുത്തുനബി പറഞ്ഞു തന്നത്, സ്വഹാബ ഇദാ ദഖല റജബ്, റജബ് നിങ്ങളിലോട്ട് കടന്നു വന്നാൽ ഒന്നോ രണ്ടോ ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മിലോട്ട് സമാഗതമാകുന്നത് റജബാണല്ലോ. ഈ റജബ് കടന്നു വരുമ്പോ മുത്തുനബി പറഞ്ഞു തരികയാണ്, ഇദാ ദഖല റജബിന് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. സ്വഹാബത്തിനോട് പഠിപ്പിക്കുകയാണ്, സ്വഹാബ നിങ്ങൾ ദുആ ചെയ്യണേ. റജബ് എന്ന് പറയുന്നതായ പവിത്രമായ മാസം നിങ്ങളിലോട്ട് സമാഗതമായി കഴിഞ്ഞാൽ, റജബിൻ്റെതായ ചന്ദ്രക്കല ആകാശത്ത് തെളിഞ്ഞു കഴിഞ്ഞാൽ, ആകാശത്ത് ഉദിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ ദുആരക്കുമായിരുന്നു, അല്ലാഹുവേ പടച്ചവനേ റജബിലും ശഅബാനിലും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ബറക്കത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. സമാഗതമാകുന്ന റമളാൻ, ആ റമളാനിൽ ആരോഗ്യത്തോടെ ഇബാദത്ത് എടുക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് സഹോദരങ്ങളെ? ആ മുറിവ് വല്ലാത്ത വേദനയാണ്. ആ മുറിവിന്റെ മുകളിൽ ഒന്ന് തടവിയാൽ ആശ്വാസമാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹം തരുന്ന ആരെങ്കിലും ആ മുറിവിന്റെ മുകളിലോട്ട് ഒന്ന് തലോടിയാൽ അതിനേക്കാളും ആശ്വാസമാണ്. ആ മുറിവിന്റെ മുകളിലെങ്ങാനും നമ്മുടെ ഉമ്മ ഒന്ന് തലോടിയാൽ, ആശ്വാസമാണ്. ബറക്കത്ത് എന്ന് പറയുന്നത് റജബതാണ്. ബറക്കത്തതാണ്. ബറക്കത്ത് എന്തിനാ നമ്മൾ ചോദിക്കുന്നത്? അല്ലാഹുവേ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്, അല്ലാഹുവേ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ് എന്ന് ചോദിക്കാൻ കാര്യം എന്താണ്? ബറക്കത്ത് എന്ന് പറഞ്ഞാൽ 1 രൂപയാണ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ബറക്കത്ത് ഉണ്ടെങ്കിൽ ഇങ്ങനെ വലുതാകും അല്ലേ? നമ്മൾ ഒരാൾക്ക് ഒരു 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു ബറക്കത്ത് ഉണ്ടാകും. ആ ബറക്കത്ത് ഉണ്ടാകണം. അപ്പൊ റജബിൽ ദുആ ഇറക്കാൻ വേണ്ടി പറയുന്ന പടച്ചോനെ എൻ്റെ ആരോഗ്യത്തിൽ ഇതൊക്കെ നീ ബറക്കത്ത് നൽകി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സമാഗതമാകുന്ന റമളാനിൽ എനിക്ക് ജീവിച്ചിരിക്കുവാനും എനിക്ക് ഇബാദത്ത് എടുക്കുവാനും കഴിയും. അങ്ങനെയാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഈ റജബ് നമ്മളിലോട്ട് കടന്നു വരുമ്പോൾ, പരിശുദ്ധമായ 1-2 ദിവസങ്ങൾ വഴിമാറി നമ്മിലോട്ട് സമാഗതമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? റജബിലെ ഈ അല്ലാഹുവേ പടച്ചവനെ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ് എന്ന് പ്രത്യേക ദ്വാരം. എൻ്റെ അറബിയിലെ മലയാളം അതാണ്. അല്ലാഹുവേ റജബിലും ശഅബാനിലും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹ് വരാനിരിക്കുന്ന റമളാൻ, പുണ്യങ്ങളുടെ പൂക്കാലമായി വിശേഷിപ്പിക്കപ്പെടുന്നതായ റമളാനിൽ ഇബാദത്ത് എടുക്കുവാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ് എന്നുള്ളതായ ദുആ എല്ലാ നിസ്കാരശേഷം പ്രത്യേകം നമ്മൾ ചൊല്ലണം. അള്ളാഹിനോട് എപ്പോഴും ചോദിക്കണം. ചോദിച്ചാണ് വാങ്ങേണ്ടത്. ചോദിക്കാതെ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ, ലജ്ജിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂല. അതുകൊണ്ട് തന്നെ നമ്മൾ കിട്ടേണ്ട കാര്യങ്ങൾ ചോദിച്ചു വാങ്ങുന്നവരാകണം. കിട്ടേണ്ട കാര്യങ്ങൾ അള്ളാഹിനോട്, മനുഷ്യരോടല്ല റബ്ബിനോട് ചോദിച്ചു വാങ്ങിയാൽ തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹു തആല നമുക്ക് തരാൻ കഴിവുള്ളവനാണ്. അല്ലാഹുവാണ് തരുന്നത്. ഒരു നേരത്തെ ഭക്ഷണമായാലും തരാൻ കഴിവുള്ളവൻ അല്ലാഹുവാണ്. നമ്മുടെ ഏത് കാര്യം നടത്തുവാൻ കഴിവുള്ളവൻ അല്ലാഹു മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ദുആ ഈ റജബ് എന്ന് പറയുന്നതായ പോരിശയുടെ മാസം,
എല്ലാ രീതിയിലും പരിശുദ്ധമായ റമളാനിനെ സ്വാഗതം അരുളുന്ന മാസം കടന്നു വരുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഈ ദുആ പ്രത്യേകം നമ്മുടെ മനസ്സിൽ വയ്ക്കുക, നമ്മുടെ ഓർമ്മയിൽ വയ്ക്കുക, അള്ളാഹിനോട് ദുആ ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.